ബാങ്കിൽ കൊണ്ടുവന്നത് ഒരു വ്യാജ ചെക്കായിരുന്നു. അവൻ എന്താണ് വിചാരിച്ചത്, ഇവിടെ ലോട്ടറി സിസ്റ്റം ആണെന്നോ? ഞാൻ കമ്പ്യൂട്ടറിൽ അവന്റെ ചെക്ക് വിവരങ്ങൾ പരിശോധിച്ചു. ഒരു ഡാറ്റയും ശരിയല്ലായിരുന്നു. നിനക്ക് ഉറപ്പാണോ? അതെ സർ. ഈ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ചെക്ക് ആരുടേതാണെന്ന് നിനക്കറിയാമോ? വിക്രം സാറിൻ്റെത്. എന്ത്? അതെ, നീ ഇയാളോട് ചെയ്തതൊക്കെ ശരി, പക്ഷെ നീ അദ്ദേഹത്തിന്റെ ചെക്കിനോട് ചെയ്തത് വിക്രം സാർ അറിഞ്ഞാൽ അദ്ദേഹം നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് വല്ല ഊഹവുമുണ്ടോ? ചെക്ക് എവിടെ? സർ, ഇതാ. നിനക്കിതിനെങ്ങനെ ധൈര്യം വന്നു? ഒരു കാര്യം ചെയ്യൂ, ഈ കീറിയ കഷ്ണങ്ങൾ ഓരോന്നായി നീ കൃത്യമായി പറക്കി വെക്ക്, എന്നിട്ട് പഴയ പോലെ ആക്ക്. സാർ എന്താ പറയുന്നേ? അതെ, ഈ ദൗത്യത്തിന് ശേഷം ഞാൻ നിന്നെ പുറത്താക്കുകയാണ്. യു വിൽ ബി ഫയർഡ്. ഒരെണ്ണം പോലും ഇവിടെ നിൽക്കണ്ട, മാനേജർ ആ പെൺകുട്ടിയോട് പറഞ്ഞു. മാനേജറുടെ വാക്ക് കേട്ട് ആ സെയിൽസ് ഗേൾ ഞെട്ടിപ്പോയി. അഭിനവിനെ പോലെ വലിയൊരു മനുഷ്യനോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും ശിക്ഷ ഉണ്ടാകുമെന്ന് അവൾ കരുതിയിരുന്നു. എന്നാൽ തൻ്റെ ജോലി തന്നെ പോകുമെന്നും അവൾ കരുതിയിരുന്നില്ല. സർ, എനിക്കറിയാതെ പറ്റിപ്പോയതാണ്. ദയവ് ചെയ്ത് ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം. ദയവായി ജോലിയിൽ നിന്ന് പുറത്താക്കരുത്, അവൾ കരഞ്ഞുകൊണ്ട് മാനേജറോട് പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ മാനേജർ വീണ്ടും അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അഭിനവ് അയാളുടെ തോളിൽ കൈവച്ച് ശാന്തനാകാൻ ആംഗ്യം കാണിച്ചത്. സെയിൽസ് ഗേൾ അഭിനവ് തന്നെ രക്ഷിക്കാൻ വന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. വന്നതിൽ പിന്നെ ഞാൻ അയാളോട് മര്യാദയ്ക്ക് പെരുമാറിയിട്ടില്ല. അയാളുടെ വില കുറഞ്ഞ വസ്ത്രം കണ്ടപ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നിയത്. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം പെരുമാറിയത്. സെയിൽസ് ഗേൾ ചിന്തിച്ചു. അവൾക്ക് താൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് കുറ്റബോധം തോന്നി. അവൾ അവന്റെ കാൽക്കൽ വീഴാൻ പോലും തയ്യാറായി. എന്നാൽ അബി അപ്പോഴേക്കും അവളോട് ക്ഷമിച്ചിരുന്നു. അവൻ ഉടൻ തന്നെ സ്റ്റോറിൽ നിന്ന് പുറത്തിറങ്ങി. എറണാകുളത്തേക്ക് മടങ്ങുന്ന വഴി അബി ആ വാച്ചിന്റെ സൗന്ദര്യം വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ വാച്ച്. എത്രയും പെട്ടെന്ന് അലീനയെ വിളിച്ച് ഈ സമ്മാനത്തിന് നന്ദി പറയാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ ഇറ്റലിയിലുള്ള അലീന ഇപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ തിരക്കിലായിരിക്കുമെന്ന് അവന് തോന്നി. വെറുതെ അവളെ തിരക്കിനിടയിൽ വിളിച്ച് ശല്യപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അനന്യയുടെ വീടിന്റെ ഗേറ്റ് കടന്ന് കാർ ഗാരേജിൽ പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഡാഷ്ബോർഡിൽ ഒരു ചെറിയ ചുവന്ന ലൈറ്റ് തുടർച്ചയായി മിന്നുന്നത് അഭി ശ്രദ്ധിച്ചു. മായയോടൊപ്പം ഉച്ചഭക്ഷണത്തിന് പോകുമ്പോഴും അഭിനവ് ഈ ലൈറ്റ് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവൻ അതിനെക്കുറിച്ച് മറന്നുപോയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് മിന്നുന്നത് കണ്ട് അഭിനവ് അതിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അതൊരു കാർ ക്യാമറയാണെന്ന് അവന് മനസ്സിലായത്. അതെല്ലാ സമയത്തും ഓണായിരുന്നു. ഇതിൽ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും ഇത് നാളെ പരിശോധിക്കാം. ഇതുവരെ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് നോക്കാം, അബി ചിന്തിച്ചു. തൻ്റെ കാറ് ലോക്ക് ചെയ്തതിന് ശേഷം അബി അനന്യയുടെ വീടിൻ്റെ മുൻവശത്തേക്ക് വന്നപ്പോൾ ഡോറ് തനിയെ തുറന്നു. ഡോറിലൂടെ അകത്ത് നിന്ന് ശ്രീരാഗ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ശ്രീരാഗ് ഇടയ്ക്കിടയ്ക്ക് അനന്യയുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് അബിക്കൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ശ്രീരാഗിനെ കണ്ടപ്പോൾ അഭിനവ് ചോദിച്ചു. ഈ ചോദ്യം നിന്നോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ശ്രീരാഗ് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. അവൻ അബിയുടെ വേഷം ശ്രദ്ധിച്ചു. ഇന്ന് വീണ്ടും നിന്റെ പഴയ വേഷത്തിൽ തന്നെ വന്നല്ലോ. വില കൂടിയ വസ്ത്രങ്ങൾ ഇട്ടിട്ട് നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടാകും അല്ലേ? നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒന്നും ഇട്ടിട്ട് ശീലമില്ലല്ലോ. ശ്രീരാഗ് അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അഭിനവ് തന്റെ പല്ലുകൾ ഞെരിച്ചു. എടോ, താൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അനന്യ ഇപ്പോൾ വിവാഹിതയായി. പിന്നെ എന്തിനാണ് നീ അവളെ വീണ്ടും വീണ്ടും കാണാൻ വരുന്നത്? അഭിനവന്റെ ഉയർന്ന ശബ്ദം കേട്ട് ശ്രീരാഗിന് ചിരി വന്നു. കൂൾ മാൻ, വിവാഹം എത്ര പെട്ടെന്ന് നടന്നോ അതിലും വേഗത്തിൽ വിവാഹമോചനവും നടക്കും. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അനന്യ നിന്നെപ്പോലുള്ളൊരു ഭിക്ഷക്കാരനോടൊപ്പം എങ്ങനെ ജീവിക്കും? ശ്രീരാഗ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് അഭിനവന് ദേഷ്യം വന്നു. അവൻ ശ്രീരാഗിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഡിവോഴ്സ് ആകുമോ ഇല്ലയോ എന്നൊന്നും നിന്നോടിവിടെ ആരും ചോദിച്ചില്ല. മര്യാദക്കൊക്കെ നിന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നീ ചിന്തിക്കുന്നതിലും വലിയ കാര്യങ്ങളായിരിക്കും. അഭിനവിന്റെ ഭീഷണി കേട്ട് ശ്രീരാഗ് അവനെ തുറിച്ചു നോക്കി. സംസാരിക്കുമ്പോൾ സ്വന്തം നിലയ്ക്ക് നിന്ന് സംസാരിക്കണം. നിന്റെ നിലയും എൻ്റെ നിലയും എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാം അല്ലേ? ശ്രീരാഗ് ചോദിച്ചു. നിനക്ക് ആ നിലയെക്കുറിച്ച് ശരിക്കും അറിയില്ല ശ്രീരാഗ്. ഞാൻ ശരിക്കും എൻ്റെ നിലയ്ക്ക് വന്നാൽ അപ്പോൾ നിനക്ക് നിന്റെ യഥാർത്ഥ നില മനസ്സിലാവും. നിനക്ക് ഞാനൊരു ലാസ്റ്റ് വാർണിംഗ് തരികയാണ്. അനന്യയുടെ പുറകെ ഈ ചുറ്റിത്തിരിയുന്നത് നീ നിർത്തണം. മനസ്സിലായോ? അബി ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ ശ്രീരാഗ് അവനോട് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. അവൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. എന്ത് ചെയ്താലും അനന്യ എൻ്റേത് മാത്രമായിരിക്കും. നീ ഇടയിൽ വന്നാ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം, ശ്രീരാഗ് അബിയോട് പറഞ്ഞു.
അത് കേട്ടപ്പോൾ അബിക്ക് ശ്രീരാഗിനെ തല്ലാനാണ് തോന്നിയത്. പക്ഷെ ഇവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എല്ലാം സഹിച്ച് അവൻ വീടിനുള്ളിലേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോൾ അവിടെ ഇരിക്കുന്ന ശർമ്മിളയെ അവൻ കണ്ടു. ഗുഡ് ഈവനിങ് ആൻറ്റി, അബി ശർമ്മിളയോട് പറഞ്ഞു. അവർ നഖങ്ങളിൽ പോളിഷ് ഇടുകയായിരുന്നു. ശർമ്മിള ആദ്യം അവനെ അവഗണിച്ചു. പക്ഷേ അബി അവിടെ നിന്ന് അനന്യയുടെ റൂമിലേക്ക് നടന്നപ്പോൾ ശർമ്മിള അവനെ നോക്കി. ഇന്നലെ കാണാതായപ്പോൾ ഇനി നീ തിരികെ വരില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ വീണ്ടും നീ എത്തിയല്ലേ? എൻ്റെ മോൾക്ക് ഭാഗ്യമില്ല. ശർമ്മിളയുടെ പരിഹാസം കേട്ട് അഭിനവ് ഒരു ദീർഘനിശ്വാസം എടുത്ത് സ്വയം നിയന്ത്രിച്ചു. അനന്യ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ജീവിക്കേണ്ടി വരും. ഇനി അവൾക്ക് മറ്റുള്ളവരുമൊത്ത് ഡേറ്റിങ്ങിന് പോകണമെന്നാണെങ്കിൽ ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം ആയിക്കോട്ടെ, അബി പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ എത്രയും പെട്ടെന്ന് ഈ ഡിവോഴ്സിനുള്ള നടപടികൾ ആരംഭിക്കാം അല്ലേ? എന്തായാലും എൻ്റെ കുട്ടി നിന്നെപ്പോലൊരു മൃഗത്തോടൊപ്പം ശ്വാസം മുട്ടിയാണ് കഴിയുന്നത്. അവൾക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുമല്ലോ. ശർമ്മിളയുടെ വാക്കുകൾ കേട്ട് അഭിനവന് അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവരോട് ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നവന് മനസ്സിലായി. ദിവസം മുഴുവൻ എലികളെപ്പോലെ വീടിൻ്റെയും ഓഫീസിൻ്റെയും 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ പിന്നെ ശ്വാസം മുട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ കുറ്റം കൂടി വെറുതെ എൻ്റെ തലയിലേക്ക് ഇടണ്ട. അഭിനവന്റെ മറുപടി കേട്ട് ശർമ്മിള അവനോട് ദേഷ്യപ്പെട്ടു. എടാ, എൻ്റെ മോളെക്കുറിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ഓഫീസിലും വീട്ടിലും അവൾ നിന്നെപ്പോലെ വെറുതെ ഇരിക്കുകയല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കമ്പനി അവളുടെ സ്വന്തമായത്. ശർമ്മിളയുടെ ഈ വാക്കുകൾ കേട്ട് അഭിനവന് ദേഷ്യം മാറി. അവന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞത്? കമ്പനി അവളുടെ പേരിലാകാൻ പോവുകയാണെന്നോ? അഭി ശർമ്മിളയോട് ചോദിച്ചു. അതെ, കമ്പനി അവളുടെ പേരിലാകാൻ പോകുന്നു. ഇനി അവൾ ആരുടെയും സഹായമില്ലാതെ ജീവിക്കും, സ്വതന്ത്രയാകും. ആദ്യം നിന്നെ അവളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കും. നിന്നെപ്പോലുള്ളൊരു യൂസ്ലെസ്സിനെ ഇനി എന്തിനാണ് അവളുടെ കൂടെ കൊണ്ടു നടക്കുന്നത്? അത് അവൾക്ക് തന്നെ നാണക്കേടായിരിക്കും, അഹങ്കാരത്തോടെ ശർമ്മിള പറഞ്ഞു. ശർമ്മിളയുടെ മുഖത്ത് അഭിനവനെ അപമാനിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും അനന്യയുടെ നേട്ടത്തിന്റെ തിളക്കവും ഉണ്ടായിരുന്നു. അത് കണ്ട് അഭിനവന് ഉറക്കെ ചിരിക്കാൻ തോന്നി. പക്ഷേ താനെങ്ങാനും ചിരിക്കുന്നത് കണ്ടാൽ പിന്നെ ശർമ്മിളയുടെ നാവ് ഒതുങ്ങിയിരിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൻ സ്വയം കൺട്രോൾ ചെയ്തു. നല്ല കാര്യം, കൺഗ്രാറ്റ്സ്. അത്രയും പറഞ്ഞുകൊണ്ട് അബി അനന്യയുടെ ബെഡ്റൂമിലേക്ക് നടന്നു. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും അബി കേട്ടിട്ടില്ല എന്ന് ശർമ്മിളയ്ക്ക് തോന്നി. അതുകൊണ്ട് അവനെ കൂടുതൽ വിഷമിപ്പിക്കാൻ അവർ അവന്റെ പുറകെ ചെന്നു. പിന്നെ കേട്ടോ, നാളെ അനന്യയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നാളെ നിന്നെ അവളുടെ 7 അയലത്ത് കാണരുത്. ശ്രീരാഗ് വന്നോളൂ. അവൻ അവളെ നാളെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ കൊണ്ടുപോകും, ശർമ്മിള പറഞ്ഞു. അഭിനവ് ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് ശർമ്മിള പറഞ്ഞത് കേട്ടത്. ഉടനെ അവൻ തിരിഞ്ഞ് ശർമ്മിളയെ നോക്കി. ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഭാര്യയുടെ അരികിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഇന്ന് രാത്രി 12 മണി മുതൽ അവളുടെ ബർത്ത്ഡേ തുടങ്ങുമല്ലോ. ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും, ഒരേ റൂമിൽ, ഒരേ കട്ടിലിൽ. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാ ചെയ്യ്, അഭിനവ് അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ശേഷം മുറിയിൽ കയറി വാതിലടച്ചു. ശർമ്മിള അതിന് മറുപടി കൊടുക്കാനായി അവന്റെ പിന്നാലെ റൂമിലേക്ക് കടക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും വീടിന്റെ ഡോർബെൽ മുഴങ്ങി. അവൾ ഡോറ് തുറക്കാൻ പോയി. മുറിക്കകത്ത് വന്നപ്പോൾ അഭിനവ് കണ്ടത് അനന്യ കണ്ണാടിയുടെ മുന്നിലിരുന്ന് മേക്കപ്പ് തുടച്ചു കളയുന്നതായിരുന്നു. എന്തിനാ നീ ഇത്ര ഉച്ചത്തിൽ വാതിലടച്ചത്? ഇനി അത് പൊളിച്ചിടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അനന്യ കണ്ണാടിയിലൂടെ അവനെ നോക്കി ചോദിച്ചു. വാതിലടച്ചത് എന്തിനാണെന്ന് പോയി നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. വെറുതെ മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാൻ വരും ആ സ്ത്രീ, അഭിനവ് തന്റെ സാധനങ്ങൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയം അനന്യ അവനെ നോക്കി. ഇന്നും നീ വീട്ടിൽ വരില്ലെന്ന് ഞാൻ കരുതി, അനന്യ പറഞ്ഞു. കൂട്ടുകാരന്റെ വീട്ടിൽ ഇന്നലെ രാത്രി തങ്ങി, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അഭിനവ് വാർഡ്രോബിൽ നിന്ന് പുതിയ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണോ? കൂട്ടുകാരന്റെ പേര് റോഷ്നി എന്നായിരുന്നോ? അനന്യ പെട്ടെന്ന് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അഭിനവ് എടുത്ത വസ്ത്രങ്ങൾ മാറ്റിവെച്ച് അവളെ നോക്കി. റോഷ്നിയൊന്നും ഇല്ലായിരുന്നു. അവള് സ്റ്റാറ്റസ് ഇട്ട ഫോട്ടോസ് കണ്ടിട്ടായിരിക്കും അല്ലേ നീ ഇതൊക്കെ ചോദിക്കുന്നത്? ഫോട്ടോ എപ്പോ എടുത്തുവെന്നും എന്തിനെടുത്തുവെന്നും അവള് പറഞ്ഞു കാണുമല്ലോ, അഭി ചോദിച്ചു. അനന്യ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി.